Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in, amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ, രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, അവരിലൊക്കെ ഉള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിലും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാവിധ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിനു വേണ്ടി സഹായിച്ചവർ, നല്ല മനസ്സ് വച്ചവർ, ഇത് അറേഞ്ച്മെന്റ് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ജുമാ സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ജുമാ സൂറത്തിൽ നിന്ന് 5 മുതലുള്ള ആയത്തുകൾ, 8 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം അല്ലാഹു തആല ചർച്ച ചെയ്യുന്ന ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. مثل الذين حملوا التوراة ثم لم يحملوها
ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين مثل الذين حملوا التوراة തൗറാത്ത് അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ചുമതലപ്പെടുത്തപ്പെട്ട വിഭാഗമാണ് പിന്നീട് ആ ചുമതല അവർ നിർവഹിച്ചില്ല. അങ്ങനെയുള്ള വിഭാഗം കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, അവർ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാകുന്നു. ബിഇസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ലക്ഷ്യങ്ങളെ വ്യാജമാക്കുന്ന, കള്ളമാക്കി തള്ളിക്കളയുന്ന സത്യനിഷേധികളുടെ ഉപമ, അവർക്ക് പറഞ്ഞ ഉപമ വളരെ ചീത്തയാകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അതിക്രമകാരികളായ ഒരു ജനതയ്ക്ക് അല്ലാഹു മാർഗദർശനം നൽകില്ല. ഇവിടെ ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും മറ്റും ചില ആളുകൾ ഉപയോഗിച്ച ഒരു വചനമാണിത്. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, തൗറാത്തിന്റെ ഉടമകളെന്ന് അവകാശപ്പെടുന്ന യഹൂദികൾ ആ തൗറാത്ത്, അതിൽ പറയുന്ന ആശയങ്ങൾ അവർക്കനുസരിച്ച് മാറ്റി തിരുത്തുകയും വെട്ടി ഒഴിവാക്കുകയും അവർക്ക് വേണ്ടത് കൂട്ടിച്ചേർക്കുകയും അല്ലാഹുവിന്റെ തിരുദൂതർ, അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആ തൗറാത്തിൽ പറഞ്ഞത്, ഈ നബിയെ വർണ്ണിച്ചത്, നബിയുടെ കൂടെയുള്ള സ്വഹാബത്തിനെ നേരത്തെ അല്ലാഹു തൗറാത്തിലൂടെ വർണ്ണിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ അവർ വെട്ടി ഒഴിവാക്കുകയും ആ സത്യങ്ങളെ അവർ മറച്ചു വെക്കുകയും ചെയ്തു. എന്നിട്ട് അവർ വലിയ തൗറാത്തിന്റെ ആടുകളാണെന്ന് പ്രസംഗിച്ച് നടക്കുന്നു. സത്യത്തിൽ എന്താണ് തൗറാത്തിലുള്ളത് എന്ന് യഥാർത്ഥത്തിൽ അവർക്കറിയുന്നില്ല. ഏതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, എത്ര ബൃഹത്തായ ഗ്രന്ഥങ്ങളാണെങ്കിലും കഴുതപ്പുറത്ത് വെച്ചു കൊടുത്താൽ മറ്റുള്ള ചുമടുകൾ അത് ഏറ്റി പോകുന്നത് പോലെ അല്ലാതെ കഴുതക്ക് എന്താണ് താൻ ഏറ്റിയ ചുമടിൽ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ യഹൂദികൾ എന്നർത്ഥം വെച്ച് നോക്കൂ. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ, തൗറാത്ത് അനുസരിച്ച് ജീവിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട യഹൂദികൾ പിന്നീട് ആ ചുമതല നിർവഹിക്കുക ഇല്ലാത്ത ആളുകൾ, അവർ അത് നിർവഹിച്ചില്ല. അങ്ങനെയുള്ള യഹൂദികളായ ആളുകൾ, അവരെ പറ്റി അല്ലാഹു പറയുന്നത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, അവർ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാകുന്നു. അസ്ഫാർ, സിഫ്ർ എന്ന് പറഞ്ഞ ഗ്രന്ഥം, അതിന്റെ ബഹുവചനാണ്. അവ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാകുന്നു. കഴുത എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധു ജീവിയാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വിഡ്ഢിത്തനങ്ങൾ കാണിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറ് ഒരു കഴുതയാണോ എന്നുള്ളത്. വെറുക്കപ്പെട്ട ശബ്ദമാണ് യഥാർത്ഥത്തിൽ കഴുതയുടെ ശബ്ദം. അതും ഖുർആൻ പറയുന്നു. എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഒരു മിതത്വം കാണിക്കണമെന്നും അത്യുച്ചത്തിൽ അലറുന്നത് ശരിയല്ല എന്നാണ്. ഈ കാര്യം അല്ലാഹു തആല ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ പറയുന്നുണ്ട്. എപ്പോഴും ഒരു മിതമായ രീതി സ്വീകരിക്കണം. തന്റെ മകനോട് പറഞ്ഞതാണെങ്കിലും അത് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അത് ബാധകമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടെ അല്ലാഹു പറയാനുള്ള കാരണം അതാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന്
വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ കൊടുത്തു. അതിൽ ഏറ്റവും അവസാനം അദ്ദേഹം കൊടുത്ത ഉപദേശം ഖുർആൻ ഉദ്ധരിക്കുന്നത് വഖ്സിദ് ഫീ മശീക് വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. അല്ലാഹു പറയുന്നത് വഖ്സിദ് ഫീ മശീക്, നടത്തത്തിൽ ഒരു മിതത്വം പാലിക്കണം. നമ്മൾ നടക്കുന്ന സമയത്ത് ഓവർ സ്പീഡിൽ പോകാൻ പാടില്ല, പറ്റും വലിയ പോകാൻ പാടില്ല. നന്നേ സാവകാശം നടന്നാൽ ഇതെന്തോ കുഴപ്പമുണ്ട് തോന്നിപ്പോകും. ഒരു കാര്യമില്ലാതെ വെറുതെ ഓട്ടം പോലെ നടന്നാൽ അപകടം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഓടേണ്ടി വരും, ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഓടേണ്ടി വരും. പക്ഷെ ഒരാള് എപ്പോഴും അങ്ങനെ ആയാൽ അതൊരു സുഖമല്ല. ഒരു നടത്തത്തിൽ മിതത്വം പാലിക്കണം. ശബ്ദത്തെ താഴ്ത്തി പറയണം. നമ്മൾ നേരം മറിച്ചാ മനസ്സിലാക്കിയത്, നല്ല ഒച്ചരണം എന്നുള്ളതാണ് നമ്മുടെ ധാരണ. ശബ്ദത്തെ താഴ്ത്തണം. അല്ലാഹു പറയുന്നത് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ശബ്ദം അത് കഴുതന്റെ ശബ്ദമാണ്. അപ്പൊ ശബ്ദം ഒരുപാടിട്ട് നേതാവാകുകയാണെങ്കിൽ കഴുത നേതാവാകണമെന്നാണ്. കഴുതയാണ് വല്ലാതെ അലറുന്നത്, അതൊരു സുഖമില്ലാത്ത അലറലാണ്. ഇനി അത് ഈ ആയത്തിനോട് തട്ടിച്ചോക്കും. ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് ഇവര്. അതായത് ഇവര് വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. തൗറാത്താണ് സത്യമെന്നവർ പറയുന്നു, അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥമാണ് സത്യമെന്ന് പറയുന്നുണ്ട്. അത് കൊടുത്തൊരു ശബ്ദം ഉണ്ടാക്കലാണ് കഴുതയെ പോലെ. എന്തുകൊണ്ട്? കഴുതയുടെ പുറത്ത് ചുമട് വെച്ച് കൊടുത്താൽ അത് ഗ്രന്ഥാണെങ്കിലും എന്താണെങ്കിലും കഴുതക്കൊരു പോലെയാണ്. എത്ര ബൃഹത്തായ വിഷയമുള്ളതാണെങ്കിലും കഴുതക്കത് തിരിയില്ല എന്നതുപോലെ ഇവര് ഈ വൃത്തികെട്ട ജനത അതിനേക്കാൾ മോശം. കാരണം കഴുത എന്ന് പറഞ്ഞാൽ അതിന് വിവേചന ശക്തി ഇല്ല. ഇവർക്ക് അല്ലാഹു അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർ ഈ തൗറാത്തിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ അവർ കഴുതകളെക്കാൾ അധപ്പതിച്ചവരാണ്. ഈ കാര്യം അല്ലാഹു തആല ഒരു ഉപമ രൂപത്തിൽ, അതിനാണ് കഴുതയെ അവിടെ ഉദാഹരണം പറഞ്ഞത്. ഇവിടെ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, തൗറാത്ത് അതിലുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച യഹൂദികളെ പറ്റി അവര് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ അവരും അതുപോലെ കഴുതകളെ പോലെയാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന ചില പുത്തൻ ചിന്തകൾ, അതിലൊരർത്ഥമില്ല. എന്തുകൊണ്ട്? സഹോദര, അർത്ഥമറിയാത്തത് കൊണ്ട്, അർത്ഥമറിയാതെ ഒരാൾ ഖുർആൻ ഓതിയാലും അതിന് പ്രതിഫലമുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളതൊരു ആരാധനയാണ്. അഫ്ളലു ഇബാദാതി ഉമ്മതി തിലാവത്തുൽ ഖുർആൻ. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠമായ ആരാധന അത് വിശുദ്ധ ഖുർആൻ പാരായണമാകുന്നു. ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ഇബാദത്താണ്. ഇബാദത്തിന് അങ്ങനെ അർത്ഥം അറിഞ്ഞോളണമെന്നില്ല. അർത്ഥം അറിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ ആർക്കാണ് കൂടുതലായിട്ട് ഇത് വിശദമായിട്ട് മുഴുവനായിട്ട് അറിയാൻ കഴിയുക? ആർക്കും കഴിയില്ല. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിവിന്റെ പരമാവധി പഠിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് അതിനെന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടും എന്നതല്ലാതെ അള്ളാഹുവിന്റെ വചനങ്ങളായതുകൊണ്ട് അത് ജ്ഞാനത്തിന്റെ ഒരു കടലാണ്. എന്നിട്ട് ചിലർ പറയാണ് ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലില്ല. അങ്ങനല്ല സഹോദര. വിശുദ്ധ ഖുർആൻ അതൊരു ആരാധനയായതുകൊണ്ട് പരിശുദ്ധ ഖുർആന് അത് നമ്മൾ എങ്ങനെ ഓതിയാലും അർത്ഥം അറിയാതെ ഓതിയാലും അതിന് പ്രതിഫലമുണ്ട്. അത് ലാഭമുള്ളൊരു ഏർപ്പാടാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഫാത്തിർ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് അങ്ങനെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതുന്നവർ, നിസ്കരിക്കുന്നവർ, സക്കാത്ത് സദഖ നൽകുന്നവർ ഏറ്റവും ലാഭകരമായ കച്ചവടം, നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആൻ പഠിക്കണം, അത് പഠിപ്പിക്കണം എന്ന് കണിശമായ രൂപത്തിൽ പറയുന്നവരാണ്. എന്ന് കരുതി ഖുർആൻ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓതിയാൽ അത് ശരിയാവില്ല, കൂലിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു നമ്മെ ഏൽപ്പിച്ചൊരു അമാനത്താണ്. ആ അമാനത്താണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഓതലും അത് പഠിക്കലും അത് പഠിപ്പിക്കലും. ആ ധർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്നത്.
അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ അഹ്സാബ് സൂറത്തിൽ അത് സംബന്ധമായിട്ട് ഇങ്ങനെ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ സൂറത്തുൽ അഹ്സാബിലെ ഏറ്റവും അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ അല്ലാഹു ഈ കാര്യം പറയാം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർള്. നോക്കൂ, അല്ലാഹു പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഭൂമിയിലുള്ള പർവ്വതങ്ങളുടെയും മുന്നിൽ നാം അമാനത്തിനെ പ്രദർശിപ്പിച്ചു. അമാനത്തിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതിനാണ് അമാനത്തിനത്. 1,00,000 രൂപ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ ഏൽപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ പാത്ത് വെക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഇത് സൂക്ഷിക്കാൻ കഴിയുമോ? അയാളത് ഏറ്റെടുത്തു. ആ 1,00,000 അമാനത്താണ്. അതിന് ശരിക്ക് കൈകാര്യം ചെയ്യണം. പാത്ത് വെക്കേണ്ട അടുത്ത് പാത്ത് വെക്കണം. അതല്ലാതെ അവിടെ ഇവിടെയും വെച്ച് അത് നഷ്ടപ്പെട്ടാൽ അയാൾ ഉത്തരവാദിയാണ്. ഞാനൊരു പോത്തിനെ ഒരാളെ കയ്യിൽ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. ഞാൻ ഒരാഴ്ച നാട്ടിലുണ്ടാവില്ല, ഇതൊന്ന് സൂക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അയാളത് ഓക്കെ അടിച്ചു. എന്നാൽ പോത്തിനെ സാധാരണഗതിയിൽ തഴുത്തിലാക്കട്ടല് മതി, അതല്ല ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ സൂക്ഷിച്ചാൽ മതി. ഞാൻ 10 പണ്ടമാണ് ഏൽപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരൂ, നിങ്ങൾ പാത്തു വെക്കുമോ? അത് ശരിക്കും ഭദ്രമായി പെട്ടിയിൽ കൊണ്ടുപോയി വെക്കും. ഞാനൊരാളോട്, ഗൾഫിൽ പോകുന്ന ഒരാളോട് പറയാണ്, എന്റെ ഇന്നാരിന്ന സുഹൃത്തുണ്ട് അവിടെ, നിങ്ങൾ അയാൾക്കൊരു അസ്സലാമു അലൈക്കും സലാം പറയണം. അയാൾ പറഞ്ഞു ഏറ്റെടുത്തു. അതും അമാനത്താണ്. അപ്പൊ അമാനത്ത് പലതും എന്തൊരു കാര്യം നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചാലും അമാനത്താണ്. അത് അമാനത്താണ്. എങ്കിൽ അല്ലാഹു തആല ഒരു അമാനത്തിനെ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഏതാണ് അമാനത്ത്? ആദ്യം അല്ലാഹു ആകാശങ്ങളോട് ചോദിച്ചു, ഈ അമാനത്തെ ഏറ്റെടുക്കാൻ കഴിയുമോ? ഭൂമിയോട് ചോദിച്ചു, സഹോദര പർവ്വതങ്ങളോട് ചോദിച്ചു. 7 ആകാശങ്ങൾ പറഞ്ഞു, അതുപോലെ ഭൂമി പറഞ്ഞു. ഭൂമിയിലെ ഭീമാകാരമായ പർവ്വതങ്ങൾ പറഞ്ഞു, കഴിയില്ല നാഥ. സംസാരശേഷി നൽകി അല്ലാഹുവാണ്. അവകൾ പറഞ്ഞു, ഇല്ല, കഴിയില്ല, ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നടപ്പിലാക്കണം. ഞങ്ങൾക്ക് സ്വർഗം വേണമെന്നില്ല, പക്ഷേ നരകം താങ്ങാൻ കഴിയില്ല. ഈ സമയത്ത് അല്ലാഹു ആ അമാനത്ത്, ആകാശങ്ങളും ഭൂമികളും മാറിയുന്നു. ഖുർആൻ തന്നെ പറയുന്നത് പേടിച്ചുപോയി അവർ. ആ അമാനത്ത് ഏറ്റെടുക്കാൻ വല്ലാതെ പേടിച്ചു. ആ അമാനത്ത് അല്ലാഹു തആല ആരെ മുന്നിൽ കാണിച്ചു കൊടുത്തു? മനുഷ്യന്റെ മുന്നിൽ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുമോ? ആ സമയത്ത് മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. ഏറ്റെടുക്കുമല്ലോ, ഏറ്റെടുത്തു. അവർ ഈ ഭംഗം വരുത്താൻ പാടില്ല. അപ്പൊ നമ്മുടെ വിഷയം എന്താ അറിയോ? അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ടും അതിന്റെ ഒരു ഉദ്ദേശം അല്ലാഹു ആത്മീയ ലോകത്ത് വെച്ച് നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് ഖുർആനാണ്. ഞാൻ പറഞ്ഞു, 10 പവൻ സ്വർണം ഏൽപ്പിച്ചാൽ അത് പാത്തു വെക്കേണ്ട പോലെ പാത്തു വെക്കണം. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് സഹോദര വിശുദ്ധ ഖുർആനാണെങ്കിൽ അതെങ്ങനെ നമ്മൾ സൂക്ഷിക്കും? അല്ലാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. നമ്മളതെങ്ങനെ സൂക്ഷിക്കും? അതായത് വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു അമാനത്തായി നമ്മളെ ഏൽപ്പിച്ചു. നമ്മളത് സൂക്ഷിക്കേണ്ടത് 3 രൂപത്തിലാണ്. ഒന്ന് ഖുർആൻ ഓതുക, രണ്ടാമത്തെ ഖുർആൻ പഠിക്കുക, മൂന്നാമത്തെ പ്രചരിപ്പിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ആ അമാനത്തിൽ കൃത്രിമം കാണിക്കുന്നില്ല എന്ന് വരും. അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത് സത്യസന്ധമായി കൈകാര്യം ചെയ്തു എന്ന് വരും. അപ്പൊ നമ്മൾ പരലോകത്ത് വിജയിക്കും. ഇല്ലെങ്കിലോ സഹോദര, നമ്മൾ വിശ്വസിച്ച പരസ്പരം ഏൽപ്പിക്കുന്ന അമാനത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ കുറ്റം ലഭിക്കൂല എന്നതുപോലെ ഈ 3 വിഷയത്തിൽ ഭംഗം വരരുത്. അപ്പൊ ഇത് ഒന്നാമത് പറയുന്നത് ഖുർആൻ ഓതുക എന്നാണ്. അഹ്സാബ് സൂറത്തിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഒന്നാമതായിട്ട് അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത് ഖുർആനാണെന്ന് വെക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഖുർആൻ നമ്മൾ ഓതണം. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മുൻഗാമികളായ ആളുകൾ ഇത് വളരെയധികം ഏറെ ശ്രദ്ധിച്ചതാണ് ഖുർആൻ ഓതുന്നതിന്റെ കാര്യത്തിൽ. 7 ദിവസം കൊണ്ട് അവർ വിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി എന്നുള്ളത്. ഒരാഴ്ചയിൽ ഒരു ഖത്ം പൂർത്തിയാക്കുന്ന സ്വഭാവം അതായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. ഈ രണ്ടാമത്തെ നോക്കൂ, ഇവിടെ ഇപ്പോ യഹൂദികളെ സംബന്ധിച്ച് പറഞ്ഞു, അവർ തൗറാത്തിലുള്ളത് പഠിക്കുന്നില്ല.
അതുകൊണ്ട് അവര് അതനുസരിച്ച് ജീവിക്കുന്നില്ല, അവര് കൃത്രിമം കാണിക്കുന്നു. എന്നാ സഹോദര, അവര് ഭാരം ചുമക്കുന്ന ഗ്രന്ഥങ്ങൾ ചുമന്നു പോകുന്ന ഒരു കഴുതയെ പോലെയാണ് അവർ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഖുർആൻ നമ്മൾ പഠിക്കണം. അതിനാണ് നമ്മൾ ഈ സഹസ്വരമിച്ചു കൂട്ടിയത്. കാരണം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് ഖുർആനുമായി ബന്ധപ്പെട്ടത് പഠിക്കലാകുന്നു. എത്ര പഠിച്ചാലും അത് തീരൂല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ആഴക്കടലാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അല്ലാഹു വളരെയധികം ആഹ്വാനം ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. റസൂൽ പറയാൻ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അവ നമ്മളാണ് ഈ സമുദായത്തിലെ ഏറ്റവും ഉന്നതർ. അള്ളാഹ്ക്ക് ഇത്ര ഇഷ്ടപ്പെട്ട വേറെ വിഷയമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ. എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠർ ഖുർആൻ വാഹകരാകുന്നു. പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, പരമാവധി മറ്റുള്ളവർക്കിടയിൽ അത് പ്രചരിപ്പിക്കുക. അവരാണ് എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠർ. അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ. അല്ലാഹു ആകട്ടെ ഒട്ടേറെ ആയത്തുകളിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. ഒരായത്തിലുള്ള പറയുന്നു, ഖമർ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിച്ച് ഗ്രഹിക്കാൻ വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വചനങ്ങളാണ്, പക്ഷെ അള്ളാഹു തന്നെ ലളിതമാക്കി. എന്തിന്? ചിന്തിക്കുന്ന ആളുകൾക്ക് അത് പഠിക്കാൻ മനസ്സിലാക്കും. ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കുന്നവരായിട്ട് ആരുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ? അള്ളാഹു ചോദിക്കാം. ചിന്തിക്കുന്ന ആളുകൾക്ക്, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനെ ലളിതമാക്കിന നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത്, വഅൻസൽനാ ഇലൈക്കൽ ദിക്ർ وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലൂടെ അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്, വഅൻസൽനാ ഇലൈക്കൽ ദിക്ർ. നബിയെ, താങ്കളിലേക്ക് നാം ദിക്റിനെ ഇറക്കി. ഖുർആനാണ് ഉദ്ദേശം. എന്തിനാണത്? ലിതുബയ്യിന ലിന്നാസ്. താങ്കൾ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. മാ നുസ്സില ഇലൈഹിം. ആ ജനതയിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ അവർക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാൻ. അതാണ് ഖുർആന്റെ വ്യാഖ്യാനത്തിൽ സുന്നത്താണെന്ന് പറയാൻ കാരണം. അള്ളാഹു പറയുന്ന അങ്ങനെയാണ്, വിശുദ്ധ ഖുർആനിനെ താങ്കളിലേക്ക് ഇറക്കി തന്നു. എന്തിന്? ആ ഖുർആനിനെ താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പൊ ആവശ്യമുള്ളതൊക്കെ താങ്കൾ വിശദീകരിച്ചു കൊടുക്കണം. ലഅല്ലഹും യതഫക്കറൂൻ. അവർ ചിന്തിക്കുന്നവരായേക്കാം. അതിനാണ് ഖുർആൻ ഇറക്കിയതെന്നാണ്. അവർ റസൂൽ അത് വിശദീകരിച്ചു തരുന്നതാണ്. അല്ലാഹു തആല സുഖ്റൂഫ് സൂറത്തിൽ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്നഹു ലദിക്റുൻ ലക വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അല്ലാഹു പറയുന്ന നബിയേ, വിശുദ്ധ ഖുർആൻ താങ്കൾക്കൊരു കീർത്തിയാകുന്നു, പ്രശസ്തിയാകുന്നു. അത് വലിയ ഖൗമിക, അങ്ങയുടെ ജനതക്കും. വസൗഫ തുസ്അലൂൻ. നിങ്ങളൊക്കെ ചോദിക്കപ്പെടുന്നതാണ് വഴിയെ. ശേഷം നിങ്ങളൊക്കെ ചോദിക്കപ്പെടും, നിങ്ങളൊക്കെ മസ്ഊലാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് അറിയപ്പെട്ട ഗ്രന്ഥാണ് ഖുർആൻ. ലോകത്തെ എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടുമാണ്. ഒരു കാലഘട്ടത്തേക്ക് മാത്രമല്ല, പ്രവാചകരുടെ കാലഘട്ടത്തിൽ അറബികൾക്ക് മാത്രമല്ല, അറബികൾക്കും അനറബികൾക്കും. അന്ത്യപ്രവാചകനിലൂടെ അല്ലാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ പ്രവാചകൻ ലോകത്തിനാകമാനം എല്ലാവരിലേക്കുമാണ് എന്നതുപോലെ പരിശുദ്ധ ഖുർആനും എല്ലാവരിലേക്കും.
അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ നിങ്ങൾക്കൊരു കീർത്തിയാണ്. നബിയെ താങ്കൾക്കും താങ്കളുടെ ജനതക്കും ഇതെന്താണ്? ഒരു പ്രശസ്തിയാണ്. നിങ്ങൾ ചോദിക്കപ്പെടും. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താവരുത്? വിശുദ്ധ ഖുർആൻ പഠിക്കാതെ സഹോദര ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെ ആകരുത്. പഠിക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം സൂറത്തിലെ 4-ാം വചനത്തിൽ പറയുന്ന എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി. ഏതൊരു പ്രവാചകനെയും ആ പ്രവാചകന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ നാം ഇറക്കിയിട്ടില്ല. അള്ളാഹു പറയാണ്, ഏതൊരു പ്രവാചകനെയും നാം അയച്ചത് എങ്ങനെയാണ്? ഒരു പ്രവാചകൻ ഏതൊരു ജനതയിലേക്കാ വരുന്നത്? ആ ജനതയുടെ ഭാഷയിലാണ്. അന്ത്യപ്രവാചകൻ വന്നത് അറബി ഭാഷയിലാണ്. അതായത് റസൂല് കൊണ്ടുവന്ന ഗ്രന്ഥം ഖുർആൻ അറബി ഭാഷയിലാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ ജനതയുടെ ഭാഷയിലാണ് പ്രവാചകന്മാർ വന്നത്. അല്ലാഹു തആല പറയാണ്, എന്തിനാണത്? ലിയുബയ്യിന ലഹും, അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. ഇപ്പൊ നമ്മുടെ നബിതങ്ങൾ അറബി ഭാഷയിൽ വന്നു, അറേബ്യയിൽ അവരിൽ നിന്ന് നമ്മുടെ നബി അയച്ചു. എന്തിന്? അവരുടെ ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ നമുക്കൊരു സംശയം വരും. ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകത്തിനാകമാനം എല്ലാവർക്കും. സഹോദരായിരക്കണക്കിന് ഭാഷക്കാരും ദേശങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭാഷകൾക്ക് മാറ്റമുണ്ടാകും. എന്നാൽ ഖുർആൻ വെറും അറബികൾക്ക് മാത്രം അല്ല. അപ്പൊ അവിടെ സംശയം വരും, ലോകത്തിനാകമാനം എല്ലാവർക്കുമാണ് ഖുർആൻ, എന്നിട്ട് പിന്നെ അത് അറബി ഭാഷയിൽ മാത്രമാക്കുമ്പോൾ പ്രയാസം ഉണ്ടാവൂലേ? ഇല്ല, അതിനാണ് തർജ്ജമ, അതിനാണ് പരിഭാഷകൾ. അപ്പൊ ഇബ്രാഹിം സൂറത്തിലെ ഈ ആയത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ തർജ്ജമ ചെയ്യാ എന്ന് അതിന് മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? സഹോദരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാം വന്നു. 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ വന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്ന് സത്യവിശ്വാസികളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ്. എന്ന അറബി ഭാഷയിൽ നിന്ന് ഓരോരുത്തരുടെയും സൗകര്യപ്രകാരം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലെയും ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാം. ചിലർക്കൊരു ധാരണ ഉണ്ട്, ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തർജ്ജമക്ക് എതിരായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനല്ല, അത് മനസ്സിലാക്കാത്തതുകൊണ്ട്. ഇബ്രാഹിം സൂറത്തിലെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിശുദ്ധ ഖുർആൻ അത് തർജ്ജമ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? വിശുദ്ധ ഖുർആൻ ഏതൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയാണെങ്കിലും അത് ഖുർആനിലെ ഓരോ വാക്കുകളുടെയും നേരെ അർത്ഥാവില്ല. കാരണം വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്താണെങ്കിൽ പോലും അതിലെ ഓരോ വാക്കുകളെയും ഇതര ഭാഷകളിലേക്ക് കറക്റ്റായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. അതാണ് അറബി ഭാഷയുടെയും ഖുർആന്റെയും അർത്ഥം. നേരെ ഒരു വാക്ക് കിട്ടില്ല. അപ്പൊ ഉദാഹരണം നോക്കൂ, സ്വമദ്, അല്ലാഹു സ്വമദ്. സ്വമദ് ഒരു 3 അക്ഷരമുള്ളത്. ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താലും ഒറ്റ വാക്കിൽ സഹോദര അതിനർത്ഥം കാണില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരല്പമെങ്കിലും മനസ്സിലാകണമെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പരിഭാഷപ്പെടുത്തണം? സർവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, ആരിലേക്കും ആശ്രയം ആവശ്യമില്ലാത്തവൻ. എത്ര അക്ഷരങ്ങളായി മലയാളത്തിൽ? സ്വമദ് എന്ന ഒറ്റ 3 അക്ഷരങ്ങൾക്കാണ് സഹോദര ആ വാക്കിനാണത്. അതുകൊണ്ട് ഖുർആന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഖുർആൻ ഇപ്പൊ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അറബിയിലുള്ള ഖുർആന്റെ അതേ സ്ഥാനം ആ മലയാളത്തിൽ എഴുതിയതിന് ഇല്ല. അത് മനസ്സിലാക്കാം. ഖുർആന്റെ സ്ഥാനം വേറെ ഒന്നിനും കിട്ടില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ആ ഖുർആന്റെ ആയത്തുകളെ നേർക്കുനേരെയുള്ള ഉദ്ദേശം അത് അങ്ങനെ തന്നെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അസാധ്യമാണ്. അത് മനുഷ്യന്റെ കഴിവുകൾക്ക് അതീതമാണ്. അപ്പൊ നമ്മൾ ഖുർആനെ ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ആ വിവർത്തനം ചെയ്യപ്പെട്ടതിന് യഥാർത്ഥത്തിൽ ഖുർആന്റെ അതേ സ്ഥാനമുണ്ട്. ആ രൂപത്തിലുള്ള തർജ്ജമ പാടില്ല എന്നേ ആര് പറഞ്ഞിട്ടുള്ളൂ? സഹോദര, സമസ്ത കേരള ജമിയത്തുൽ ഉലമ
പറവണ്ണ ഉസ്താദ് നേരത്തെ അൽ കഹ്ഫ് സൂറത്തിന് വ്യാഖ്യാനം എഴുതി. അതായത് ഖുർആന്റെ പരിഭാഷ എന്ന് പറഞ്ഞാൽ അതൊക്കെ വ്യാഖ്യാനം അങ്ങനെ തഫ്സീറാണ്. വിദ്യാഭ്യാസ ബോർഡ് നേരത്തെ സൂറത്ത് നൂറിന്റെ പരിഭാഷ ഇറക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതനായിരുന്നു മഹാനായ KV ഉസ്താദ്. ഫത്ഹുർ റഹ്മാൻ ഫീ തഫ്സീറിൽ ഖുർആൻ എന്ന പേരിൽ അദ്ദേഹം 5 വാള്യങ്ങളിൽ സുന്നികൾക്ക് ആദ്യമായിട്ട് അദ്ദേഹം വിശദമായിട്ട് വിവരമായിട്ട് പൂർണ്ണമായിട്ട് എഴുതി. 5 വാള്യങ്ങളിൽ അദ്ദേഹം പരിഭാഷ എഴുതി. ചില ആളുകൾ തീരെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ചെറിയ ന്യൂനപക്ഷങ്ങളുണ്ട്. എന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കം KV ഉസ്താദ് അടക്കം ഇറക്കി ഖുർആൻ പരിഭാഷയെ പരിഹസിക്കുന്നവരുണ്ട്. അവർ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, തനി പൊട്ടത്തരം. എന്നതുകൊണ്ട് അവർ തന്നെ ലേഖനം എഴുതുന്ന സമയത്ത് ഒരു വിഷയം എഴുതുമ്പോൾ ആ വിഷയത്തോട് ബന്ധപ്പെട്ട ആയത്തുകളെ അവരെന്ത് ചെയ്യും? പരിഭാഷപ്പെടുത്തും. അവർ ഈ ഏതാനും ആയത്തുകളൊക്കെ വേണ്ടെടുത്ത് പരിഭാഷപ്പെടുത്തും. KV ഉസ്താദ് ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ എഴുതും. എന്താ വ്യത്യാസം? വെറുതെ എതിർക്കുക. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ സഹോദര പ്രസംഗിക്കുന്ന സമയത്ത് ഖുർആന്റെ വചനങ്ങൾ ആവശ്യാനുസരണം ഉദ്ധരിക്കുകയും അതിന്റെ അർത്ഥം ആളുകൾക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളികളുടെ മുന്നിലാണെങ്കിൽ മനസ്സിലാകുന്ന രൂപത്തിൽ മലയാളത്തിൽ വിശദീകരിക്കുന്നു. അത് എഴുതിയേ ഉള്ളൂ പരിഭാഷയിൽ. മറ്റേത് പറഞ്ഞു എന്നാണ് ഒന്ന് വാചികമായി എല്ലാം സംബന്ധം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താൽ അതിന് ഖുർആന്റെ അതേ സ്ഥാനമുണ്ട് എന്ന് പറയാൻ പാടില്ല. ഖുർആൻ യഥാർത്ഥത്തിൽ ഖുർആൻ അറബി ഭാഷയിൽ തനതായ രൂപത്തിൽ അള്ളാഹു ഇറക്കിയത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ ഇതര ഭാഷകളിൽ നിന്ന് ഖുർആൻ വ്യത്യസ്തമായത്, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആൻ വ്യത്യസ്തമായത്. സഹോദര, സൗദി അറേബ്യയിലാണെങ്കിലും കേരളത്തിലാണ്, ഇന്ത്യയിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഖുർആൻ ഒരുപോലെയുള്ളോ? ലോകത്തുള്ള ഏത് പള്ളിയിൽ പോയി നോക്കിയാലും നമ്മൾ കാണുന്ന ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരന്നു കിടക്കുന്നു. എല്ലാം ഒരുപോലെ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖുർആൻ ഒരുപോലെ. അറബി ഭാഷയിലുള്ള ഖുർആൻ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒരുപോലെ. അതൊരു അത്ഭുതമായിട്ട് നിലകൊള്ളുക. യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ലോകത്ത് ഒട്ടുമിക്ക ഭാഷകളിലേക്കും വിശുദ്ധ ഖുർആൻ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന്? ഖുർആനിലുള്ള കാര്യങ്ങൾ ഓരോ ഭാഷയിലുമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു രീതി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ രീതിയിലാണ്. പക്ഷെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. വിശുദ്ധ ഖുർആനിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച അർത്ഥം കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല. തോന്നിയതുപോലെ അർത്ഥം കൊടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകളെ പഴപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സുകൾ തന്നെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. വിദഅത്തുകാരൊക്കെ ഖുർആനിനെ പരിഭാഷപ്പെടുത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ഓരോരുത്തരും സൗകര്യപൂർവ്വം അവർക്ക് വേണ്ടതുപോലെ അർത്ഥം വെച്ചിട്ട് അങ്ങനെ അർത്ഥം വെച്ച് പഠിപ്പിച്ചവരൊക്കെ എത്ര ഗ്രൂപ്പുകളാ പാകുന്നത്? എത്ര ഗ്രൂപ്പുകളാണ്? സഹോദര, യഹൂദികൾ ചെയ്തതുപോലെ കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കാതെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന അവസ്ഥ വന്നു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഖുർആന്റെ ആയത്തുകളെ വളച്ചൊടിച്ച ആളുകളൊക്കെ ഇന്ന് കുടുങ്ങി കൊടുക്കത്രേ. മുജാഹിദ് വിഭാഗം ഭിന്നിച്ച് അവസാനം ഒന്നിച്ചു എന്ന് പറയുന്നു. എന്നിട്ടിപ്പോ വീണ്ടും ഭിന്നിപ്പാൻ. എന്തേ കാരണം? സിഹ്ർ എന്നത് യാഥാർത്ഥ്യമാണോ? ഒരു കൂട്ടർ യാഥാർത്ഥ്യമല്ല, ഒരു കൂട്ടർ യാഥാർത്ഥ്യമാണ്. തർക്കിക്കാൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും അവതരിക്കാൻ തന്നെ കാരണം സിഹ്റിന് പ്രതിവിധിയായിട്ടാണ്. ആ രോഗം ഉണ്ടായിട്ടാണ് മരുന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ പറ്റി ഒരു കാഴ്ചപ്പാടുമില്ലാതെ പഠിക്കാതെ എന്തെങ്കിലും പറയും. വമിൻ ശർറിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ നാശത്തിൽ നിന്ന് അള്ളാഹുവേ പുലരിയുടെ രക്ഷിതാവിൽ ഞാൻ അഭയം തേടുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞ കെട്ടുകളിൽ ഊതൽ തന്നെ ഉദ്ദേശം സിഹ്റല്ലേ? ലബീദിന്റെ ആഴ്ചമെന്ന ജൂതനും അവന്റെ പെൺകുട്ടികളും പുണ്യനബിക്ക് സിഹ്ർ ചെയ്തതും അത് നബിക്ക് പോലും ഫലിച്ചു. അത്ര കൃത്യമായിട്ട് വിഷയം ഉണ്ടായിട്ടും എന്തിന് പിന്നെ അതിന്റെ പിന്നാലെ പോകണം?
എന്തിനു നിഷേധിക്കണം? എന്നിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് അവർ തന്നെ തല്ലുന്നൊരവസ്ഥ. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കണം. ഖുർആനിൽ അള്ളാഹു തആല അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി ഏകദേശം നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും ചരിത്രങ്ങളെ സംബന്ധിച്ചും അതിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിന് ആഴക്കടല. അപ്പൊ നമുക്ക് വളരെയധികം ആത്മാർത്ഥത കൂടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നിരക്ഷരനായ അള്ളാഹുവിന്റെ തിരുദൂതർ കൊണ്ടുവന്ന ഈ വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്ത് ഒരു മഹാ അത്ഭുതമായി വരും. ഇത് 2017. 3017 ഉണ്ടെങ്കിൽ അന്നുള്ള സത്യവിശ്വാസികൾക്ക് അത്ഭുതം തോന്നും. വിശുദ്ധ ഖുർആൻ 3017ലേക്ക് അപ്പൊ 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അതിന്റെ ശേഷം വന്ന 3016ലേക്ക് അല്ലെങ്കിൽ 17ലേക്ക് അവതരിക്കപ്പെട്ടാന്ന് തോന്നിപ്പോ. എല്ലാ കാലത്തും ഇത് അജയ്യമായി നിലനിൽക്കുമെന്ന്. അവ ഖുർആൻ നമ്മൾ പഠിക്കണം. യഹൂദികളെ പോലെ അവർ ചെയ്ത പോലെ ആവരുത് എന്ന് സൂചന നൽകുക. യഹൂദികളുടെ അവസ്ഥ എന്താ? അവര് പറയും ഞങ്ങൾ സ്വർഗത്തിന്റെ ആളുകളാണ്. നസ്വാറാക്കൾ പറയും അല്ല, നിങ്ങളല്ല ഞങ്ങളാണ്. നമുക്ക് പറയാനുള്ളത്, രണ്ടു കൂട്ടരും തർക്കിക്കരുത്. രണ്ടു കൂട്ടരെടുത്തും പ്രശ്നം. അതാണ് സഹോദര അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദൂ ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിൻ നാസ് ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ഇനി അല്ലാഹു തആല യഹൂദികളോട് പറയാൻ വേണ്ടി നബിയോട് പറയാം, ഖുൽ, നബിയെ താങ്കൾ പറയണം, യാ അയ്യുഹല്ലദീന ഹാദൂ, ഓ യഹൂദികളെ, ഇൻ സഅംതും, നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, അന്നക്കും ഔലിയാഉ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മിത്രങ്ങളാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, മിൻ ദൂനിൻ നാസ്, മറ്റുള്ള ജനങ്ങളെ കൂടാതെ വേറെ ഒരുപാട് ജനങ്ങളുണ്ട്, മോമിനീങ്ങളുണ്ട്, അവരൊന്നും കൂടാതെ, അവരൊന്നുമല്ല, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാ, നിങ്ങളാണ് അള്ളാഹുവിന്റെ മിത്രങ്ങളെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, ഫതമന്നവുൽ മൗത്ത്, നിങ്ങളൊന്നും മരണത്തെ കൊതിക്കൂ, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കൂ എന്ന് കാണാലോ. യഹൂദികൾ പറയുന്നത് ഞങ്ങളാണ് അള്ളാഹുവിന്റെ മിത്രങ്ങൾ. ആ വാദത്തിൽ അവർ സത്യസന്ധരാണെങ്കിൽ അവർ മരണത്തെ കൊതിക്കട്ടെ. അപ്പൊ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മിത്രങ്ങളാണ്, നമുക്ക് ഉറപ്പാണ്. നമുക്ക് സ്വർഗം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പൊ സഹോദരൻ നമ്മൾ മരണത്തെ പേടിക്കുന്നത്? മരണത്തെ പേടിക്കണം, എന്നാലും മരിക്കലോട് കൂടെ അൽഹംദുലില്ലാഹ് റാഹത്താവുള്ളൂ. ഒരു അവിശ്വാസി, അയാള് കാഷ്ടത്തിലും മൂത്രത്തിലും കിടക്കുന്നുണ്ട്, നോക്കാൻ ആളില്ല. അയാൾ മരിച്ചാൽ ചിലപ്പോൾ ആളുകൾ പറയും, ഓ രക്ഷപ്പെട്ടു, വളരെ കഷ്ടത്തിലായി. അല്ലല്ലോ, അതിലേറെ വലിയ ദുരന്തത്തിലേക്കല്ലേ പോകുന്നത്. സഹോദര, ബർസഖിയായ ജീവിതത്തിലും എവിടേക്കാ പോകുന്നത്? ശിക്ഷയിലേക്കല്ല പോകുന്നത്. അതിലേറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു മോമിനായ മനുഷ്യൻ നോക്കൂ നിങ്ങൾ, അയാൾക്ക് ഈ ദുന്യാവില് എത്ര ഇടങ്ങാറായാലും അതിനൊക്കെ കൂലിയാ. മരിച്ചാല് അൽഹംദുലില്ലാഹ് റാഹത്ത്. ഒരു നവവരൻ പുതിയാപ്പിള പോകുന്ന സമയത്ത് സഹോദര മരിച്ചു എന്ന് സങ്കല്പിക്കുക, നമ്മളെന്താ പറയാ, എന്തൊരു നിർഭാഗ്യം. ഒരു ദിവസം പോലും ആ സഹോദരൻ തന്റെ ഭാര്യയോടുകൂടെ കിടക്കാൻ കഴിഞ്ഞല്ലോ. എന്തിന്? സഹോദര, അയാൾക്ക് ഈമാൻ കിട്ടിയവനാണോ? ഉറുലിങ്ങളുടെ സുഖം അദ്ദേഹത്തിന് കിട്ടാൻ പോവല്ലേ? അദ്ദേഹത്തിന്റെ ഖബറിനെ സംബന്ധിച്ച് റൗള എന്നാ പറയാ, സ്വർഗത്തോപ്പാണത്. അയാളെ ദുന്യാവിലെ ബെഡ്റൂമിൽ കറണ്ട് ഇല്ലെങ്കിൽ പ്രശ്നം, ചൂടുണ്ടാവും, ഫാനോ എസിയോ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രയാസ. എന്നാൽ പള്ളിക്കാട്ടിലെ ഖബർ നമ്മൾ കാണുമ്പോൾ അത് തീരെ വിശാലമില്ലെങ്കിലും അദ്ദേഹം മോമിനാണോ? സഹോദര, അള്ളാഹു അദ്ദേഹത്തിന് വിശാലമാക്കി കൊടുത്തു. നമ്മൾ നേരെ മറിച്ച് ചിന്തിക്കുക. വീടിന്റെ ഗൃഹപ്രവേശനത്തിന് അന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വല്ലാത്തൊരു കടുപ്പായി. ചിലപ്പോ ചിന്തിക്കും, അള്ളാഹു ഇത്ര ക്രൂരനോ, അത്ര കഷ്ടപ്പെട്ട് എത്ര കൊല്ലായി അവൻ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ആ വീടൊന്നിരുന്ന് കാണാൻ.
10-16 കൊല്ലായി ഒരു വീട് പണി തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ അപ്പൊ അതിന്റെ അടിയൊക്കെ ലെവലാക്കി ഒരു വിധത്തിലൊക്കെ ആക്കി പെയിന്റിംഗ് ഒക്കെ കഴിച്ച് എല്ലാം റെഡിയായി ആ കുടിയിരിക്കലാണ്. അന്ന് ഉച്ചക്കാണ് അയാൾ മരിക്കുന്നത്. നല്ല മുഹൂർത്തത്തിൽ. അയാൾ ഈമാൻ കിട്ടിയ ആളാണോ? എന്താ പ്രശ്നം? അതിലേറെ നല്ല വീടല്ലേ വരാൻ പോകുന്നത്. സഹോദര, മരിക്കുമ്പോൾ തന്നെ കാണുന്നത് സ്വർഗത്തിലെ വീടല്ലേ. അപ്പൊ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിക്കാനുമില്ല, ഒന്നും പേടിക്കാനില്ല. ധീരമായി നേരിടാൻ കഴിയും. മരണത്തെ നമ്മൾ പേടിക്കണം. ഈമാൻ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണത്. ഈമാൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് പേടിക്കാൻ? എന്താ പേടിക്കാൻ? ചില കടമ്പകളാണ് കഴിയണം. ഇത് എല്ലാ കാര്യങ്ങൾക്കും ഇല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് കടമ്പകൾ. എങ്കിലും സഹോദര, യഹൂദികൾ പറയുന്ന ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവർ വലിയ വർത്താനം പറയും. നഹ്നു ഔലിയാഉല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മിത്രങ്ങളാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് എന്നവർ പറയാണ്. അപ്പൊ അള്ളാഹു പറയാണ്, നബിയെ നിങ്ങൾ ആ യഹൂദികളോട് ഇങ്ങനെ പറയൂ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, അതായത് നിങ്ങളെ വാദം എന്താ? നിങ്ങൾ അള്ളാഹിന്റെ ഔലിയാക്കളാണെന്നുള്ള ആ വാദം ശരിയാണെങ്കിൽ എടാ നിങ്ങൾ മരണത്തിന് കൊതിക്കും. നിങ്ങൾ മരണത്തെ കൊതിക്കൂ. കാണാലോ അള്ളാഹു പറയുന്നത് വലാ യതമന്നൗനഹു അബദാ അബദം ബിമാ ഖദ്ദമത് ഐദീഹിം. അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണം ഒരു കാലത്തും അവർ മരണത്തെ കൊതിക്കുകയില്ല. ഒരിക്കലും അവർ മരണത്തെ കൊതിക്കുകയില്ല. വല്ലാഹു അലീമുൻ ബിൽസാലിമീൻ. അല്ലാഹു തആല അതിക്രമകാരികളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനാകുന്നു. ഒരു സ്വഹാബി യുദ്ധക്കളത്തിലാണ്. യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഹാബി ചോദിക്കാൻ, നബിയെ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദായാൽ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, ഫിൽ ജന്ന, സ്വർഗത്തിലായിരിക്കും. സഹോദര, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം തന്റെ കയ്യിലുള്ള കാരക്കെറിഞ്ഞു. അത് തിന്നാനുള്ള സമയം കൂടി കളഞ്ഞില്ല. എന്നിട്ടാണ് ഇറങ്ങി. എന്നിട്ട് ശത്രുക്കളോട് അടരാടി ശക്തമായിട്ട് വെട്ടി. ഇങ്ങോട്ടും വെട്ട് കിട്ടി. അവസാനം അദ്ദേഹം ഷഹീദായി. സ്വർഗം കിട്ടുന്ന ഉറപ്പായപ്പോ ഇന്നൊന്നും തടസ്സം. അതല്ലേ സഹോദര, മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും അതല്ലേ. ആ മരിക്കുമ്പോ ഈമാൻ കിട്ടുന്ന ഉറപ്പായാൽ നാളെ സ്വർഗം കിട്ടുന്ന ഉറപ്പാണെങ്കിൽ പിന്നെന്തിനു പേടിക്കണം? ഉഹദ് യുദ്ധത്തിന്റെ പിറ്റേ ദിവസം അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, മദീനയുടെ 8 മൈൽ അകലെ ശത്രുക്കൾ വീണ്ടും നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം പുറപ്പാണ്. ഇന്നലെ ഉഹദിൽ പങ്കെടുത്ത ആളുകൾ മുഴുവനും ഇതിൽ പങ്കെടുക്കണം. പരിക്ക് പറ്റിയവർ മുഴുവനും. പക്ഷെ പരിക്ക് പറ്റിയ ആ ക്ഷീണമൊന്നും പുറത്ത് കാണിക്കണ്ട. നല്ല ആവേശത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ പുറപ്പെട്ടോളൂ. ഒരൊറ്റ സ്വഹാബി മാറിയെന്നോ? ഇല്ല. മരണത്തെ പേടിയില്ല. ഖുർആൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. അവര് ഇന്നലെ യുദ്ധത്തിൽ തോറ്റതാണ്, വിജയിച്ചതല്ല. സഹോദര, ഒരു ശനിയാഴ്ച ഉഹദ് നടക്കുമ്പോ അതിലവർ തോറ്റതാണ്. അവർ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടതാ, അവശേഷിക്കുന്നവർക്ക് പരിക്ക് പറ്റിയതാ. ആ പരിക്ക് പറ്റിയവരോടാ പറയുന്നത് പിറ്റേന്ന് ഞായറാഴ്ച 8 മൈൽ അപ്പുറത്ത് ശത്രുക്കൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഇവര് പോയി, ആരും പിന്മാറിയില്ല. വളരെ ആവേശത്തോടുകൂടെ. അപ്പൊ ചിലര് പറഞ്ഞു, പേടിക്കണം, അവര് വലിയൊരു സേന അവിടെ ഉണ്ട്. ആലു ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു ഈ സംബന്ധമായിട്ട് 2 ആയത്തുകൾ ഇറക്കി. അള്ളാഹു പറയുന്നത് ഫസാദഹും ഈമാനാണ്. അവര് വലിയൊരു സേന അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ പോയ അപകടമാണെന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാന, അവർക്കത് ഈമാൻ വർദ്ധിപ്പിച്ചു എന്നാണ് അല്ലാഹു പറയുന്നത്. മാത്രമല്ല വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനവനാ. അവരെ ഈമാൻ നോക്കിയതാ. മുഅ്മിനീങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. മുഅ്മിനീങ്ങൾക്കൊരു പ്രശ്നമില്ല. യഹൂദികൾക്ക് കടിയോ അങ്ങനെ ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ കയ്യിൽ സത്യമില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ്. മൂത്തത്തിന്റെ പടക്കളത്തിലേക്ക് പോകുമ്പോ പുണ്യനബി പറഞ്ഞില്ലേ, സൈനിക പരേഡ് നടത്തിയിട്ട് അവരെ യാത്രയാക്കാണ്. റസൂൽ പറഞ്ഞു, ആദ്യം ഷഹീദാകുന്നത് സയ്യിദ് ഇബ്നു ഹാരിസ, റസൂലുള്ളാഹിന്റെ ദത്തുപുത്രൻ. അദ്ദേഹം ഷഹീദായി കഴിഞ്ഞാൽ പിന്നെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. പതാക പിടിക്കണം. അദ്ദേഹം ഷഹീദാകും. രണ്ടാമത് പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കണം. അദ്ദേഹം മൂന്നാമത് ഷഹീദാകും. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ നേതൃത്വം ഏറ്റെടുക്കണം. നിങ്ങൾ ഇഷ്ടം പോലെ. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പിന്മാറിയോ അവർ? ഇല്ല.
ഇല്ല സഹോദര, മൊത്തത്തിൽ ലക്ഷക്കണക്കായ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ ഏതാനും ആയിരങ്ങൾ. ആ ശത്രുവ്യൂഹത്തെ കണ്ടപ്പോൾ ഒരു പതർച്ച വന്നു ചില ആളുകൾക്കിടയിൽ. ആ സമയത്ത് അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു, നമ്മുടെ ഏറ്റവും വലിയ ആയുധം സഹോദര ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് നമ്മുടെ ആയുധം എന്ന് പറഞ്ഞു. അത് നല്ല പ്രഭാഷകനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉറച്ചു നിന്നോളൂ, റസൂല് മുന്നോട്ട് വെക്കാൻ പറഞ്ഞ കാലിഞ്ഞ് പറകോട്ടില്ല. നമ്മുടെ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അംഗബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല നമ്മുടെ വിജയം. നബി പറഞ്ഞതുപോലെ സംഭവിച്ചു. മൂത്തത്തിന്റെ പടക്കളത്തിൽ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു സഹോദര ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. പിന്നീട് ജഅഫർ റളിയല്ലാഹു അൻഹു, പിന്നീട് അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരൊക്കെ ആ പ്രവണത തെറ്റില്ല എന്നവർക്കറിയാം. എന്തുകൊണ്ട്? റസൂലിന്റെ നാവിൽ നിന്ന് മൊഴിയുന്നത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂൽ സംസാരിക്കുന്നത് മുഴുവനും വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നബി ഒന്നും മൊഴിയില്ല എന്നാണ്. അപ്പൊ നബി പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാം. മരിക്കാൻ ഒരു പേടിയില്ല. എത്ര സംഭവം മരിക്കാൻ പേടിയില്ല, പോലും മരിക്കാനല്ലേ ആഗ്രഹിച്ചത്. നൂറിൽ സായുധ സമരങ്ങളിൽ പങ്കെടുത്ത മഹാനാണ് സഹോദര മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു 100ൽ പരം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അവസാനം മരിക്കുന്ന വേളയിൽ അദ്ദേഹം കരഞ്ഞു പറഞ്ഞെന്താ? 100ൽ പരം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട് ഞാൻ ശത്രുക്കളുടെ വെട്ടേറ്റ് ഷഹീദായില്ല. ഒട്ടകം മരിക്കുന്നത് പോലെ ഒരു സ്വാഭാവിക മരണമാണല്ലോ എനിക്ക് വന്നത്. ഏതാണ്? നമ്മളാണെങ്കിലോ ഞായറാഴ്ച പതിപ്പിൽ പ്രത്യേക ഫീച്ചർ ഉണ്ടാവും അയാളെ പറ്റി. 100ൽ പരം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇവർ ചിരിച്ചു നിൽക്കുന്നതും ചിരിച്ചിരിക്കുന്നതും ചിരിച്ചു കിടക്കുന്നതും മരക്കൊമ്പത്ത് കയറിയിരിക്കുന്നതൊക്കെ വരും ചിലപ്പോ അല്ലേ. ഇവിടെ നോക്കൂ, ഖാലിദ് റളിയല്ലാഹു അൻഹു സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാളെന്ന സ്ഥാനപ്പേര് കിട്ടിയ ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സങ്കടം, ഞാനൊരു യുദ്ധത്തിലും ഷഹീദായില്ലല്ലോ. അതാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. യുദ്ധക്കളത്ത് പരിക്ക് പറ്റിയ ഒരു സ്വഹാബി, ശരീരത്തിലാകമാനം വെട്ടം, നെറ്റിയിൽ നല്ലൊരു മുറിവുണ്ട്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹം എന്തോ മെല്ലെ മന്ത്രിക്കുന്നുണ്ട്. പോയി നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന എന്താണ്? അല്ലാഹുവേ, ഞാൻ ഈ യുദ്ധത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ അല്ലാഹുവേ എന്നെ മറ്റൊരു യുദ്ധത്തിൽ നീ ഷഹീദാക്കണം. ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ ഷഹീദാക്കണം. ഷഹീദിന്റെ കൂലി വേണം. പെട്ടെന്നതാ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ മുറിവിൽ നിന്ന് രക്തം ഒന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങി. അദ്ദേഹം ഈ ലോകത്തോട് ഓടെ പറഞ്ഞു. ചിന്തിച്ചു നോക്കൂ, ഒരാഗ്രഹിക്കുന്ന അങ്ങനെയാണ്. എന്താ കാരണം? സ്വർഗമാണ് കാത്തിരിക്കുന്നത്. ഇരുമ്പിന്റെ പടയങ്കി ചൂടാക്കി വെച്ചില്ലേ സയ്യിദുനാ യാസിർ റളിയല്ലാഹു അൻഹു. യാസിർ റളിയല്ലാഹുവിന്റെ ശരീരത്തില് ഇരുമ്പിന്റെ പടയങ്കി ചുട്ടുപഴുപ്പിച്ചിട്ട് വെച്ചു. വെന്തുപോയി സഹോദര ശരീരത്തിലെ മാംസം. സൂരെന്താ പറഞ്ഞത്? യാസിർ കുടുംബമേ ക്ഷമിക്കൂ, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രശ്നമല്ല, സ്വർഗം കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ, അവിടെ ഒരു പ്രശ്നമില്ല. ഇതിനൊക്കെ പകരം ഇങ്ങനെ ഏത് ചരിത്രത്തിൽ നോക്കിയാലും കാണാൻ കഴിയും. നമ്മൾ വെറുതെ ശത്രുക്കളോട് ഏറ്റുമുട്ടി മരിക്കാൻ വേണ്ടി അതിനൊരിക്കലും കാരണങ്ങൾ ഉണ്ടാക്കാറില്ല. ഗത്യന്തരല്ലെങ്കിൽ അതൊക്കെ ചേർത്ത് വായിക്കണം, തെറ്റായിട്ട് മനസ്സിലാക്കി. 13 കൊല്ലം സഹോദര മക്കയിൽ എല്ലാം സഹിച്ച് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാതെ മദീനയിലേക്ക് സ്വഹാബിമാരാദ്യം ഹബശയിലേക്ക് ഹിജ്റ പോവാ ചെയ്തത്. പിന്നെ അവസാനം മദീനയിലേക്ക്. ആ മദീനയിലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഒരു യുദ്ധം നടന്നത്. ബദർ പോലും ആദ്യം നടന്നത് അങ്ങനെയാണ്. നമ്മൾ കുഴപ്പത്തിന്റെ ആളുകളല്ല. നമ്മളെ പറ്റി മനസ്സിലാക്കിയാൽ എത്ര പെട്ടെന്നുണ്ട്. ഇസ്ലാം സമാധാനത്തിന്റെ മതം. അത് വെറുതെ അങ്ങനെ പറയല്ല. വാള് കൊണ്ടല്ല ഇസ്ലാം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാമിന്റെ പ്രബോധകർ കേരളത്തിലേക്ക് വരുമ്പോൾ സഹോദരാക്രമണത്തിന്റെ വഴി, വാളിന്റെ വഴിയാണ് അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരെ 10,000-കണക്കിന് കഷ്ണമാക്കി കടലിലെറിയാൻ ഇവിടെ മറ്റു മതസ്ഥരില്ലായിരുന്നില്ല. ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാം അവരുടെ വിശുദ്ധി കണ്ടിട്ടാണ്.
അവിടെ വിശുദ്ധി കണ്ടിട്ടാണ്. മാലിക് ദീനാറും സംഘവും വന്നപ്പോ കുടിക്കാൻ വേണ്ടി ഇളനീർ കൊടുത്തുവിട്ടെ ആതിഥേയരായ ഹിന്ദു സഹോദരങ്ങൾ, അതിഥികളായ ഈ മുസ്ലിം സംഘത്തിന് കുടിക്കാൻ ഇളനീർ കൊടുത്തപ്പോ സഹോദര അവര് ചോദിച്ചു അത്രേ, ഈ ഹൈന്ദവ സഹോദരങ്ങളോട് നിഷ്കളങ്കമായിട്ട് ഈ ഇളനീർ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ തൃപ്തിപ്രകാരം തന്നെ അല്ലേ? ആണ്. ഇത് നിങ്ങളുടേത് തന്നെയല്ലേ? അതെ, അത് കുടിക്കാൻ പറ്റും, അത് അനുവദനീയമാണ് എന്ന് പൂർണ്ണമായി ഉറപ്പ് വന്നതിന്റെ ശേഷം മാത്രമാണ് സഹോദര അവർ കുടിച്ചത്. അത് തന്നെ കുടിക്കുമ്പോൾ ഇരുന്നു എന്ന് മാത്രല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇളനീർ കുടിക്കും. കഴിഞ്ഞതിന്റെ ശേഷം അൽഹംദുലില്ലാഹ്. ഹിന്ദു സഹോദരങ്ങൾ അത്ഭുതപ്പെട്ട്, എത്ര നല്ല മനുഷ്യർ. അതിഥികൾ വരുമ്പോ ഇളനീര് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അത് കൊടുക്കുമ്പോ അത് കുടിക്കാൻ അനുവദനീയമാണ് എന്ന് ഉറപ്പ് വരുത്തി എന്തോ വചനങ്ങൾ ഉരുവിട്ട് കുടിച്ചു. ഒരു സ്വഭാവം. അങ്ങനല്ലേ ആളുകൾ വന്നത്? അക്രമത്തിന്റെ വഴിയാ? അജ്മീറിൽ അന്യവിശ്രമം കൊള്ളുന്ന മഹാൻ അജ്മീറിൽ വരുമ്പോ അവിടെ മുഴുവനും സഹോദര ഹൈന്ദവരായിരുന്നു. 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് സത്യമതത്തിലേക്ക് വന്നത് അക്രമത്തിന്റെ വഴി സ്വീകരിച്ചിട്ടല്ല, അമ്പറന്തങ്ങളെ കണ്ടുവന്നത്. എത്ര സംഭവങ്ങൾ സഹോദര ചരിത്രത്തിലുണ്ട്. സമാധാനത്തിന്റെ വഴിയാണ് ഇസ്ലാം എവിടെയും സ്വീകരിക്കുന്നത്. സമാധാനത്തിന്റെ വഴിയാണ്. നമ്മൾ ആ മാർഗമാണ് അവലംബിക്കുന്നത്. എന്തായിരുന്നാലും പറഞ്ഞു വരുന്നത്, യഹൂദികളോട് അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വാദമുണ്ടെങ്കിൽ ദാ മരണത്തെ കൊതിക്കടാന്ന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ, അള്ളാന്റെ യഥാർത്ഥ ഔലിയാക്കളിൽ പെട്ടവരാണെങ്കിൽ, അവന്റെ ആത്മമിത്രങ്ങളാണെങ്കിൽ പിന്നെന്തിനു പേടിക്കണം? മരണത്തെ പേടിക്കണം, ഖബറിനെ പേടിക്കണം. അതുകൊണ്ട് മരണത്തെ കൊതിക്കൂ. അള്ളാഹു താല പറയുന്നത് ഒരിക്കലും കൊതിക്കൂലെന്നാണ്. ഓൽക്കറിയോ ഓല കഥ. കൃത്രിമം കാണിച്ചവരാ. റസൂല് വരുന്നത് വരെ വേദക്കാര് പറഞ്ഞു, ദാ അന്ത്യപ്രവാചകന് വരാൻ പോവാണ്. പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കി പാരിതോഷികങ്ങൾ നല്ലോണം കിട്ടുമായിരുന്നു അവർ. അവസാനം റസൂല് വന്നപ്പോ അവർ പിന്നെ അതൊക്കെ വിഴുങ്ങി. അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പാരിതോഷികങ്ങൾ ഈ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഴിമാറുമോ എന്ന പേടി. അതുകൊണ്ട് സഹോദര അവര് നഷ്ടകരമായ കച്ചവടമാണ് ചെയ്തത്. അവര് വിഷയം മറച്ചു വെച്ചു. യഹൂദികൾ വിഷയം മറച്ചു വെച്ചു. അവർക്ക് ശരിക്കും അറിയാം ഇന്ത്യ പ്രവാചകൻ മുഹമ്മദ് നബിയ. എന്നിട്ടോ മഹാക്രൂരതകളാ അവർ ചെയ്ത്. അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. നമ്മളങ്ങനല്ലേ ദ്വാരക്കുന്നത്? പിഴച്ചു പോകാത്ത, നിന്റെ കോപത്തിന് ഇരയാകാത്ത, നിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരാരോ അവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തണേ. അവിടെ ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? യഹൂദികളാണ്, ജൂതന്മാരാണ്. അവർ അള്ളാന്റെ കോപത്തിന്റെ പാത്രമായവരാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ കൃത്രിമം കാണിച്ചു. നമുക്കിപ്പോ അവരോട് വെറുപ്പൊന്നുമില്ല. ഒരു സത്യം അംഗീകരിക്കാത്തതിന് അതിന്റെ ഫലം അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കിട്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദര ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തന്റെ ഒരു പടയങ്കി ഒരു ജൂതന്റെ അരികെ പണയം വെച്ചില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആട്ടിന്റെ മാംസം കൊടുന്ന് കറി വെക്കുമ്പോ തന്റെ അയൽപക്കത്തുള്ള ജൂതന് കൊടുക്കാൻ പറയുമായിരുന്നു. നമ്മളെപ്പോഴും സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചാലാണ്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു സൂഫി അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു. അങ്ങനെ പിന്നീട് കിനാവ് കണ്ടു തന്റെ സഹോദരന്, മരിച്ച സഹോദരൻ. അപ്പൊ ചോദിച്ചു, എന്താ എന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. ഖബറിലെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. അപ്പോ ഈ സഹോദരൻ സ്വപ്നത്തിലൂടെ പറയണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ കാര്യപ്പെട്ട ആളുകളല്ലാത്തതുകൊണ്ടാണ്. കാരണം മുർസലാത്തി സൂറത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്ന ആയത്തുകളുടെ വ്യാഖ്യാനം തന്നെ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരോട് ബന്ധപ്പെടുന്ന ചില സംഗതികളൊക്കെ. ഒരു ഗുരുനാഥനാണ് മരിച്ചുപോയതെങ്കിൽ ശിഷ്യന് ചിലപ്പോൾ സംശയങ്ങൾ തീർത്തൊടുക്കും. അത് ആത്മീയ ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. എന്നതുപോലെ സഹോദരായി സൂഫി വര്യന്റെ സഹോദരനെ കിനാവ് കാണാൻ സ്വപ്നത്തിലൂടെ ദർശിക്കുന്നു. ചോദിച്ചു, എന്താ നിന്റെ അവസ്ഥ? അപ്പൊ തന്റെ സഹോദരൻ പറഞ്ഞു, നല്ല സുഖമാണ്, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന്. മുഖത്തൊരു കലണ്ട്, ശിക്ഷിച്ചതിന്റെ അടയാളം. അപ്പുറം നടന്നുകൊണ്ടിരിക്കുകയാണ് ശിക്ഷ. ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞെന്താ, ഞാന് ഇന്നാലിന്ന ജൂതൻ എന്നെ ഇത്ര ദീനാറെ ഏൽപ്പിച്ചിരുന്നു, അമാനത്തായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു.
ജൂതനല്ലേ എന്ന് കരുതി ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഞെട്ടിയുണർന്ന ഈ സൂഫി വര്യൻ പിറ്റേ ദിവസം തന്നെ സഹോദര ആ ജൂതന്റെ അരികെ ചെന്നിട്ട് ചോദിച്ചു, എന്റെ സഹോദരനും എന്റെ മരിച്ചുപോയ സഹോദരനും നിങ്ങളും തമ്മിൽ വല്ല ഇടപാടും ഉണ്ടായിരുന്നോ? അപ്പൊ ഈ ജൂതൻ പറഞ്ഞു, നിങ്ങളെ സഹോദരന്റെ കയ്യിൽ ഞാൻ ഇത്ര ദീനാർ കണക്ക് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു, അത് നിങ്ങളുടെ സഹോദരൻ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. രണ്ടും കറക്റ്റാണ്, വളരെ കൃത്യ. അനിയൻ സ്വപ്നത്തിലൂടെ പറഞ്ഞ അതേ കണക്ക് ഈ ജൂതൻ പറഞ്ഞപ്പോ ഈ സൂഫി വര്യൻ ഉടനെ തന്നെ എന്ത് ചെയ്തു? എടുത്തു കൊടുത്തു. ആ ദീനാറാണ് എടുത്തു കൊടുത്തു. ഇതിന്റെ അനിയൻ തരാനുള്ളതാണ്. അന്ന് രാത്രി കിടക്കുമ്പോൾ വീണ്ടും സ്വപ്നത്തിൽ ദർശിച്ചു തന്റെ സഹോദരനെ. മുഖത്ത് കലയൊന്നുമില്ല, നല്ല സുഖം. അപ്പൊ 100ക്ക് 100ആയി. ഏതാ ഈ ജൂതൻ? അല്ലാഹുവേ, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തല്ലേ. ഉദ്ദേശം അള്ളാന്റെ കോപത്തിന് ഇരയായവർ യഹൂദികൾ പ്രധാനമായി. ആ യഹൂദികളിൽപ്പെട്ട ഒരാളോട് പോലും നീതിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാത്തത് കൊണ്ടാണ് സഹോദര ഈ അവസ്ഥ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, എത്രയോ മയ്യത്ത് മിഹ്റാബിന്റെ അരികത്തും ഉസ്താദ് പറയും, സാമ്പത്തികമായ വല്ലതും ആർക്കെങ്കിലും അദ്ദേഹം തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഡാഷിനെ ബന്ധപ്പെടണം. എല്ലാവർക്കും അറിയാം, ആ മൂത്ത മകൻ ഓൻ കൊടുക്കാനുള്ളത് കൊടുക്കാത്തവനാണ്. പിന്നെ തന്ത കൊടുക്കാനുള്ളത് കൊടുക്കൂലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പൊ മയ്യത്ത് സ്കരിക്കണ്ടേ, ഒരു കടമഴിക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ആ മകനോട് ചെന്നിട്ട് എന്റെ വാപ്പട എനിക്ക് ഇത്ര തരാണ്ട് എന്ന് പറഞ്ഞാൽ കൈമലർത്തും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ജി ഏറ്റെടുത്തതോ? ഏറ്റെടുക്കല്ലാതെ ഉസ്താദ്മാര് പറഞ്ഞപ്പോ നമ്മളെന്താ ചെയ്യണം? മറയണ്ടേ പണ്ടേ. എന്നിട്ടോ ഇവനാ പിന്നെ പൈസ എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ട് 2 പോത്തിനെ വാങ്ങിയാണ്ട് 14 വലിയ അടിയന്തരം ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്തിനാ? ഓന്റെ പേരിൽ ഓന് വേറെ പൈസ അല്ലല്ലോ, ഇവർക്ക് കൊടുക്കാനില്ല. എന്നാ പിന്നെ ഒരു ഹലുവ പോലും, ഒരു തേങ്ങാപൂള് പോലും ആ പേരിൽ പള്ളിയെ കൊണ്ടോണ്ട. എന്ത് ചെയ്താൽ മതി? അതിന്റെ പൈസ പോലും കൊടുക്കാനുള്ള കടം തീർക്കാൻ വേണ്ട. ഏതാനും ദീനാറുകൾ ഒരു യഹൂദിക്ക് കൊടുക്കാനുള്ളത്, ഏതാനും ദീനാറുകൾ ഒരു യഹൂദിക്ക് കൊടുക്കാനുള്ളത് സഹോദര, അത് കൊടുക്കാത്തവന്, കൊടുക്കാത്ത ആൾക്ക് അതിന്റെ പേരിൽ കവറിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. അതേതാ യഹൂദി 17 വട്ടം ഒരു ദിവസം അവന്റെ കെണിപ്പെടാക്കാൻ ദ്വാരക്കാണ്. അങ്ങനത്തെ യഹൂദിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാത്തത് പ്രശ്നമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. എത്ര നീതിയായി ഇസ്ലാം മുന്നോട്ട് വന്നത്. എത്ര ആളുകളാണ് ഹക്കടപാട് വീട്ടാത്തവർ. സഹോദര, ഒരാള് കള്ള് കുടിച്ചവനാണെങ്കിൽ പടച്ചവനോട് പറഞ്ഞാൽ മതി, വ്യഭിചരിച്ചതാണെങ്കിൽ പടച്ചവനോട് പറഞ്ഞാൽ മതി. തോപ ചെയ്താൽ സ്വീകരിക്കും, ഹക്കടപാട് തോപ കൊണ്ട് സ്വീകരിക്കൂല. ഒരുപാട് ആളുകൾക്ക് കൊടുക്കാണ്ട് അയാൾ തോപ ചെയ്യാണ്, പടച്ചവനെ ഇനി ഞാൻ ആരുടെ ഒന്നും വാങ്ങൂല, വാങ്ങിയിട്ട് എനിക്ക് വലിയ കുറ്റബോധമുണ്ട്, അതിന് പരിപൂർണ്ണമായിട്ട് ഞാൻ വിട്ടുന്നിട്ടുണ്ട്. ഒരു നിബന്ധന കൂടി വേണം, അത് കൊടുത്ത് തീർക്കണം, അല്ലെങ്കിൽ മക്കള് തീർക്കണം. ഞാൻ പറഞ്ഞില്ലേ, മക്കൾ പറയും വാപ്പാന്റെ കടം വീട്ടണം, നമ്മളെ കൊണ്ട് കഴിയില്ല. ഉള്ളതിനനുസരിച്ച് വേഗം വീട്ടണം, അയക്ക് ചെലവാക്കിയാൽ മതി. മറ്റു തിരക്കടില്ല, മക്കളെടുത്ത് ഇഷ്ടം പോലെ വീട്ടാനുണ്ട്, ഓലത് വീട്ടുന്നുണ്ട്. ഓല അടിയന്തരം കഴിക്കട്ടെ, വാപ്പാക്ക് വേണ്ടി ചെലവാക്കട്ടെ, നല്ല കാര്യമാണ്. അതല്ലാതെ വാപ്പാന്റെ കടം വീട്ടാൻ ഒരിടത്ത് കാശില്ല, എന്നിട്ട് നാട്ടാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹലാക്കിന്റെ പരിപാടി, 2000 ആൾക്കാരുടെ പരിപാടി. എന്നിട്ട് ആൾക്കാർ പറയണം, ഓ എന്തേനും അടിയന്തരം എന്നറിയാം, വരട്ട ആ വരട്ടെ. ആദ്യം വേണ്ട എന്താ അറിയങ്ങള് ഇത് കൊടുക്കണം. എത്രയോ ആളുകളുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറയുന്നത് സഹോദര, ചരിത്രത്തിൽ കാണുന്ന എത്രയോ സംഭവങ്ങൾ. അപ്പൊ ഇവിടെ ഇസ്ലാം നീതിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതിനൊരു തെളിവ് പറഞ്ഞാണ് ഞാൻ. അപ്പൊ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവര് നോക്കൂ, നിങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ കൃത്രിമം കാണിച്ചു. റസൂലിന്റെ വരവിനെ സഹോദര അവർ മറച്ചുവെച്ചു. അള്ളാഹുവിന്റെ തിരുദൂതരുടെ വരവിനെ അവർ മറച്ചുവെച്ചു. റസൂലിനെ പറ്റി മദ്ഹ് പറഞ്ഞത് അതാണ്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്, അവരെ കൈകൾ ചെയ്ത ചില കാരണങ്ങളാൽ അവരൊരിക്കലും മരണത്തെ കൊതിക്കൂല. ഓരോ കൈ ചെയ്ത ഇതാണ്, ഒരു കൃത്രിമം കാണിച്ചു. അവർ ഒരുപാട് കൃത്രിമങ്ങൾ കാണിച്ചു. അമ്പിയാക്കളെ കൊന്ന് പാരമ്പര്യമുള്ളവരല്ല. ആ പാരമ്പര്യമാണ് ഇന്നും ഫലസ്തീനിൽ അവർ നടപ്പിലാക്കുന്നത്. സങ്കടല്ലേ? കരിങ്കല്ലിന്റെ ചീള് കൊണ്ടാണ് ഫലസ്തീനികൾ മെഷീൻ ഗണ്ണുമായിട്ട് വരുന്ന ജൂത പട്ടാളക്കാരെ നേരിടുന്നത്. അത് തീവ്രവാദമാണ്. അത്ര നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന തീവ്രവാദം. അതാണ് സഹോദര, ലോകത്ത് തീവ്രവാദം അധികരിക്കാൻ തന്നെ കാരണങ്ങളാണ് നീതി ലഭിക്കാത്തത് കൊണ്ടാണ്. നീതി വേണം, എന്നാൽ നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ട്രംപിനെതിരെ പ്രകടനം നടത്തുന്ന എത്രയോ മുസ്ലിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നേർക്കുനേരെ ചിന്തിക്കുന്നവരാണ്, നല്ല രൂപത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. പക്ഷേ 10 പോത്തിന് കുളിക്കാനുള്ള വെള്ളം ഒരു പോത്തിന് കലക്കാം. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. ഏതായിരുന്നാലും സഹോദര, യഹൂദികളെ പറ്റി അല്ലാഹു പറയാണ്, അവരൊരിക്കലും മരണത്തെ കൊതിക്കുകയില്ല. അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയാണ്. പിന്നീട് അല്ലാഹു പറയാണ്, എന്നാൽ അവര് മരണത്തെ പേടിച്ചുകൊണ്ട് അവര് ഓടിയിട്ട് കാര്യമില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടുന്നത്? നബിയെ, താങ്കൾ അവരോട് പറയണം, ഏതൊരു മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടുന്നത്, ആ മരണം പിടികൂടുക തന്നെ ചെയ്യും നിങ്ങളെ. ശരിയാണല്ലോ. നമ്മളിപ്പം മരിക്കാതിരിക്കാൻ ഇവിടെ പോയി എന്നിട്ട് കാര്യമല്ല. പടച്ചോൻ വിചാരിച്ചാൽ ആ സമയത്ത്, കൃത്യസമയത്ത് നമ്മൾ അത് അള്ളാഹു കണക്കാക്കിയ സമയത്ത് അത് സംഭവിക്കും. ഒരല്പം മുന്നോട്ട് പോകില്ല, പറകോട്ടും പോകും. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദര, നല്ല സുഖാണ്, അടുത്തൊന്നും പോകരുതേ, അതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരിക്കലും സഹോദര, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുനാഫിഖൂന സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞില്ലേ, അത് ആ കൃത്യസമയത്ത് സംഭവിക്കും. ആ കൃത്യസമയത്ത് സംഭവിക്കും. അല്ലാഹു തആല ആ കൃത്യസമയത്ത് പിടിക്കും. ഈ അളവില്ല ആർക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, നല്ല രൂപത്തിൽ പോകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ അരികെ വന്ന് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ വിവാഹം കഴിക്കാത്തത്? നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് 6 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. അതിലൊരു ചോദ്യം ഏതാ അറിയാം? ഒരാൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ടട്ടോ, ദുഃഖിക്കേണ്ട, പേടിക്കേണ്ട, ഞങ്ങളുണ്ടൊപ്പം. ഈമാനുള്ള ആളുകൾ മരിക്കുമ്പോൾ അവസ്ഥ അതാണ്. എന്നാ മോശപ്പെട്ട ആളുടേതോ? മോശപ്പെട്ട ആളുടെ ആത്മാവിനെ അടിച്ചിട്ട് നടക്കും. മുഖത്തും അടിക്കും, ബാക്കിലും അടിക്കും. അവനോട് പറയാ, ഇറക്കടാ, ഇവിടെ പുറത്തേക്ക് തള്ളടാ എന്റെ ആത്മാവിനെ എന്ന് പറയത്രേ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുഖങ്ങളിലും അതുപോലെ, അവരുടെ മുഖങ്ങളിലും അതുപോലെ പിൻഭാഗത്തും അടിച്ച് ഇറക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഞാൻ മരിക്കുന്ന സമയത്ത് മലക്കുകൾ എങ്ങനെ പറയാ? ഇതിൽ ഏതാ പറയാ? പേടിക്കണ്ട, ദുഃഖിക്കണ്ട എന്ന് പറയോ? അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾ തരികയാണെങ്കിൽ വിവാഹം കഴിക്കാറ് എങ്ങനെ കൊടുക്കണം? സഹോദര, മരണം ഒരു സംഭവമാണ്. അതൊരു വല്ലാത്തൊരു കടമ്പയാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം പതിവാക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ ചൊല്ല, ശുദ്ധിയൊന്നും വേണ്ടല്ലോ. നമ്മുടെ നാവിന്ന് ഇങ്ങനെ മൊഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമുക്കത് കഴിയുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. സഹോദര, ഏതൊരാളാണെങ്കിലും അവധി വരുമ്പോ അവനും പോകും. നമ്മളെ പിടികൂടും. അവിടെ വലുപ്പ വ്യത്യാസമില്ല, ചെറുപ്പ വ്യത്യാസമില്ല, പണമുണ്ടോ ഇല്ലേ വ്യത്യാസമില്ല, പണ്ഡിതനോ പാമരനോ, തൊഴിലാളിയോ മുതലാളിയോ, പാവപ്പെട്ടവനോ പാകപ്പെട്ടവനോ, രാജാവോ പ്രജയോ, വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ. അല്ലാഹു പറയുന്നത്, നബിയെ താങ്കൾ അവരോട് പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഒളിച്ചോടുന്നത്, ആ മരണം പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബ്. പിന്നീട് അല്ലാഹു പറയുന്നത്, അദൃശ്യങ്ങളും ദൃശ്യങ്ങളും അറിയുന്ന ഒരു അല്ലാഹുവിലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുന്നതാണ്. അതിനെപ്പറ്റിയല്ലേ നമ്മൾ ഏറെ പേടിക്കേണ്ടത്. അല്ലാഹു പറയുന്നു, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും.
എല്ലാം അറിയും സഹോദര, എല്ലാം അറിയും. അത്യാധുനിക രൂപത്തിൽ നമ്മൾ സ്ഥാപിച്ച ക്യാമറകളിലെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു 20 ലോറികൾ സഞ്ചരിക്കുകയാണെങ്കിൽ സഹോദര, നെറ്റ് വഴി ഒരാൾ ശമ്പളത്തിലിരിക്കുന്നത്, ഒരു മൊബൈലും കൊണ്ടിരിക്കുന്നത്, ഈ ലോറികളൊക്കെ ഏതൊക്കെ സ്ഥലത്തിലൂടെ പോകുന്നു. ഓഫീസിലിരുന്നിട്ട് ഒരു റൂമിലിരുന്നിട്ട് കാണാൻ കഴിയും. പെട്രോളിൽ പമ്പിൽ കയറുന്നത്, റോഡിന്റെ സൈഡാക്കിയിട്ടിട്ട് അവർ ഉറങ്ങുന്നത്, അതിനുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ഒക്കെ അറിയാനുള്ള സിസ്റ്റം ആ ലോറിയിൽ ഘടിപ്പിച്ച സംവിധാനങ്ങളല്ലേ. മനുഷ്യർക്ക് ഇതിന് കഴിവില്ലേ സഹോദര? ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അല്ലാഹു തന്ന ചെറിയ ബുദ്ധി കൊണ്ടാണ് മനുഷ്യനത് കണ്ടുപിടിച്ചത്. അത്യാധുനിക രൂപത്തിലുള്ള ക്യാമറകളും അതുപോലെ തന്നെ റഡാറുകളും. എന്നാലൊന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. ഒരാളെ മനസ്സിലുള്ളത് അറിയാനുള്ള സംവിധാനം ഇന്ന് നിലവിലില്ല. അറിയോ? ഇല്ല. എന്നാൽ ഒരാളെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും അല്ലാഹു അറിയും. എല്ലാ കാര്യങ്ങളും അറിയും, എല്ലാം അറിയും. നമ്മളൊരു ക്യാമറ വെച്ചാൽ ക്യാമറന്റെ ബാക്കിലുള്ളത് ആ ക്യാമറയ്ക്ക് പിടിക്കാൻ കഴിയൂല. ഇത്രേ ഉള്ളൂ. അതിന് പോരായ്മകളുണ്ട്. നമ്മൾ എത്ര സംവിധാനിച്ചാലും ഇതിന് കുറവുകളുണ്ട്. എങ്കിൽ സഹോദര, അല്ലാഹു അങ്ങനെയുള്ള ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്. അണ്ടകടാഹങ്ങളെ പടച്ച അല്ലാഹു അവനറിയാതെ ഒരു മരത്തിന്റെ ഇര പോലും സഹോദര വാടി വീഴുന്നില്ല. അവനറിയാതെ ലോകത്തിന് പെണ്ണും ഗർഭിണിയാകുന്നില്ല. പുരുഷന്റെ ബീജം സ്ത്രീയുടെ അണ്ടവുമായി സംയോജിക്കുന്നത് അവന്റെ അറിവോടുകൂടെയാണ്. കടലിന്റെ ആഴിയെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനവനാണ്. ആകാശലോകത്ത് 7 ആകാശങ്ങളിൽ അത്ഭുതങ്ങൾ കൃത്യമായി പടച്ച അവനിക്കറിയാം. കാട്ടിലുള്ള ജീവികളെപ്പറ്റി, മണ്ണിനടിയിലുള്ള വസ്തുക്കളെപ്പറ്റി സഹോദര എല്ലാം അല്ലാഹുവിനിക്കറിയാം. നദികളെപ്പറ്റി, മുത്തുകളെപ്പറ്റി, പവിഴങ്ങളെപ്പറ്റി അല്ലാഹുവിനിക്കറിയാം. നമുക്ക് എല്ലാം അറിയാൻ കഴിയോ? ഇല്ല. ദൃശ്യമായതും അദൃശ്യമായതും കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെയുള്ള അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു പറഞ്ഞാൽ സകല കള്ളിയും വെളിച്ചത്താവുന്നതാണ്. നിങ്ങൾ ഏറെ പേടിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. അവസാനം അല്ലാഹു പറയുന്നത് ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി അല്ലാഹു നിങ്ങൾക്ക് വിവരം നൽകുന്നതാണ്. അതിനാണ് കർമ്മരേഖ, അതിനാണ് രജിസ്റ്റർ. ആ രജിസ്റ്റർ നമ്മുടെ മുന്നിലാണ് ഹാജരാക്കുക. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒന്നും വിട്ടുപോയിട്ടില്ല, ചെറുതും വലുതും. നമ്മൾ വിഷമാവും, നമ്മളാകെ വിഷമാവും, വല്ലാതെ ചെറുതാവും. നമ്മൾ കരുതും കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല കരുതരുത്. ഓരോരുത്തർക്കും പ്രശ്നം. നമ്മൾ പള്ളിന്റെ അകത്താണ്, പള്ളിന്റെ എല്ലാ വാതിലും അടച്ചു, എല്ലാ വാതിലും അടച്ചു. ഒരു നിലക്കും നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. ശത്രുക്കൾ ഇതിന്റെ ജനവാതിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് പെട്രോള് തീ കൊടുത്തു. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കരുതിയിട്ട് തീപിടുത്തുണ്ടാവുമ്പോ സമാധാനിക്കാൻ ഇല്ല. പുറത്തു പോകാൻ കഴിയാതെ ശരീരത്തിന് തീ പിടിച്ചിട്ട് നമ്മൾ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടും പരസ്പരം മാന്തിയിട്ടും പൊളിച്ചിട്ടും ഓടും ഈ പള്ളിയിലൂടെ. ആലോചിച്ചു. അപ്പൊ നമ്മൾ ഒരുപാട് ആളുകളുണ്ട്, സമാധാനിക്കാൻ കഴിയും ഇല്ലല്ലോ. ബസ് കത്തി, മറിഞ്ഞ് കത്തി, പൂക്കിപ്പറമ്പിൽ 40-40 ആളുകൾ, 40 ആളുകൾ കരിഞ്ഞു മരിച്ചു. എന്താ അവസ്ഥ? കുറെ ആളുകളുണ്ട്, നമുക്ക് സമാധാനിക്കാൻ കഴിയും ഇല്ല സഹോദര. RCCയിൽ പോയി നോക്കി, നമുക്കൊന്നും വേണ്ടി വരില്ല. ഇടക്കൊന്ന് പോണം നമ്മൾ. മനസ്സ് നന്നാകാനും ആരോടും അസൂയയും കിബറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ നല്ലൊരു വഴിയാണത്. രോഗികളെ കാണാൻ പോവാ. ആയിരക്കണക്കിന് രോഗികൾ പ്രയാസപ്പെടുന്നു, ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടോ? ഇല്ലല്ലോ. അവനാന്റെ വേദന അവനാൻ സഹിക്കണ്ടേ? ഇതുപോലെ സഹോദര നമ്മൾ ചിന്തിക്കണം. നാളെ പരലോകത്ത് എല്ലാം അറിയുന്ന അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മളാകെ വഷളായിട്ട് പോകും. അഭിമാനം നഷ്ടപ്പെട്ടു പോയി, അപമാനിതനായി നിന്ദ്യരായ രൂപത്തിലാണ് നമ്മളവിടെ വരുന്നത്. എല്ലാം കണക്ക് പറയേണ്ട ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ബാധ്യതകൾ പരമാവധി ശ്രദ്ധിക്കും. അള്ളാഹുവിനോടുള്ള കിടക്കിടക്ക് തൗബ ചെയ്യാം. റസൂൽ എല്ലാ രാത്രിയും തൗബ ചെയ്താൽ തെറ്റെയ്യാത്ത നബിയാ തൗബ. നേരം വെളുക്കുമ്പോൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. തൗബ ചെയ്താണ് കിടന്നാല്, തൗബ ചെയ്തിട്ടാണ് കിടന്നാല് സഹോദര അത്രയും നല്ലതാ. അള്ളാഹു ആ രാത്രിയിൽ ആ ഉറക്കിൽ നമ്മളെ മരിപ്പിക്കാനാ തീരുമാനം എന്നുണ്ടെങ്കിൽ നമ്മളെ തെറ്റുകൾ ഒരുപാട് പുറത്തു. പക്ഷെ ഇതൊക്കെ ഒരു തൗഫീഖാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് ഇനി ഈ സൂറത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം ജുമുഅയെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അസുഖങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ക്ലാസ്സിലേക്ക് ദ്വാരക്കാനാണെന്ന് ചായം കടി നൽകിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അതുപോലെ തന്നെ മരിച്ച ഉമ്മാന്റെയും വല്യമ്മമാരുടെയും പേരിലൊക്കെ വല്യപ്പയുടെ പേരിലൊക്കെ ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ നമ്മുടെ പള്ളിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ചെലവിലേക്ക് ഒരു 3000 രൂപ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അവർ ഉദ്ദേശിച്ചവരുടെ കബറിലേക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ മരിച്ചുപോയ ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ ദുആ ചെയ്യാൻ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഒരു സഹോദരൻ 1000 രൂപ അതിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അത് ഖബൂലാക്കുമാറാവട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു 2000 രൂപ വേറൊരു സഹോദരന് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ